മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരായ താരദമ്പതികളായിരുന്നു മനു വർമ്മയും സിന്ധു വർമ്മയും. 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം ഇരുവരും ഇന്ന് വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. 2 വർഷമായി അകന്നു കഴിയുകയാണ്. വിവാഹമോചനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. മനു വർമ്മയാണ് സിന്ധു വർമ്മയുമായുള്ള ദാമ്പത്യ ജീവിതം തകർന്നുവെന്ന് ആദ്യം വെളിപ്പെടുത്തിയത്. ഇനി ഒരുമിക്കാനുള്ള സാധ്യത കുറവാണെന്നും വേർപിരിഞ്ഞ കാര്യം വെളിപ്പെടുത്തി മനു പറഞ്ഞത്. ഒരു മകനും മകളുമാണ് ദമ്പതികൾക്കുള്ളത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മകളെ സംരക്ഷിക്കുന്നത് ഇന്ന് സിന്ധുവാണ്. സീരിയലുകളിൽ മാത്രമല്ല സിനിമകളിലും സിന്ധു സജീവമായി തുടങ്ങി. 2 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് സിന്ധു. സീരിയലിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ കൊളാബിലൂടെ കിട്ടുന്നതല്ല. അമ്മയുടെയും കുഞ്ഞമ്മയുടെയും ഫ്രണ്ട്സിൻ്റെയും സാരികളാണ് സീരിയലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം തിരുവനന്തപുരത്താണ്. സുഹൃത്തുക്കളാണ് ഇപ്പോൾ എൻ്റെ എല്ലാം. അവർക്കൊപ്പമാണ് യാത്രകളും. ഡാൻസ് പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. വ്യായാമം നിരന്തരമായി ചെയ്യാൻ എനിക്ക് മടിയാണ്. അതിനാലാണ് നൃത്തം വീണ്ടും ചെയ്തു തുടങ്ങാൻ തീരുമാനിച്ചതെന്നും സിന്ധു പറഞ്ഞു. 2 വർഷമായി ഒറ്റയ്ക്കാണ് താമസം. എല്ലാവർക്കും അതറിയാം. അദ്ദേഹം തന്നെ അത് പറയുകയും ചെയ്തു. വീട്ടിലുള്ളപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അമ്മയുണ്ടാകും കുഞ്ഞിനെ നോക്കാൻ, അല്ലെങ്കിൽ ജോലിക്കാരിയുണ്ടാകും. ഞാൻ പരിചരിക്കാത്തപ്പോൾ മോൾക്ക് അല്പം പിണക്കമൊക്കെ ഉണ്ടാകാറുണ്ട്. ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ 3-4 ദിവസം മാറി നിൽക്കുന്നത് മോൾക്ക് സങ്കടമാണ്. ഞാൻ ഫംഗ്ഷന് പോകാനായി ഡ്രസ്സ് ചെയ്ത് റെഡിയായി കണ്ടപ്പോൾ മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അത് കണ്ട് എനിക്ക് സന്തോഷം തോന്നി. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കി അവൾ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച്. മെൻ്റൽ റെസ്പോൺസ് മകളിൽ കൂടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിലാണ് മോളെക്കൊണ്ട് ട്രീറ്റ്മെൻറ്റിനായി ഞാൻ പോകുന്നതെന്നും സിന്ധു കൂട്ടിച്ചേർത്തു. സോഷ്യൽ മീഡിയ കമൻസുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ കമൻസിൻ്റെ പിറകെ പോകാത്തയാളാണ്. ജനങ്ങൾ പലവിധമാണ്. കമൻറ്റിടുന്നവരല്ല നമ്മളാണ് ജീവിക്കുന്നത്. നമ്മളിലുള്ള ശരിക്ക് അനുസരിച്ച് ആരെയും ജഡ്ജ് ചെയ്യാതെ ജീവിക്കുക. മെൻ്റലി ഫിസിക്കലിയും എല്ലാവരും എപ്പോഴും ഹാപ്പിയായിരിക്കണമെന്നില്ല. മകനിപ്പോൾ ജോലിയായി ബാംഗ്ലൂർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ ജീവിതം ഇനി സെറ്റിൽഡ് ആയിക്കോളും. മകളുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ എൻ്റെ ശ്രദ്ധ. അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ എപ്പോൾ വേണമെങ്കിലും ശരിയാകും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മെൻ്റൽ ഡിസീസ് ഒന്നുമല്ല. അത്ഭുതം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്ത് സങ്കടമുണ്ടെങ്കിലും സന്തോഷത്തോടെ ഇരിക്കാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. വിവാഹത്തിന് ശേഷമാണ് ഞാൻ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നത്.